ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട റംബാച്ചൻ, ആദരണീയരായ വൈദികരെ, സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധമായ നോമ്പിൻ്റെ മധ്യഭാഗം കടന്ന് കൂടുതൽ തീവ്രതയോടെ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കൂടുതൽ ആത്മീയതയോടും ദൈവ അനുഭവ ബോധ്യത്തോടും നമുക്ക് ആയിരിക്കാം. ഈ ദിവസത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി നിങ്ങളോട് ചേർന്ന് ദൈവസന്നിധിയിൽ നാം ചിന്തിക്കുന്ന വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യമാണ്. പരിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 29-ാമത്തെ വാക്യം. വിശുദ്ധ വേദപുസ്തകത്തിലെ മനോഹരമായ ഒരു വാക്യമാണ് ഈ വാക്യം. അതിപ്രകാരം നമ്മൾ വായിക്കുന്നു: യേശു അവരോട്, ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയെയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ ലോകത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരും ഇല്ല. ആധാരവാക്യം മുതോട് വായിക്കുന്നു: യേശു അവരോട്, ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയെയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്വർഗരാജ്യ നിമിത്തം മാതാപിതാക്കന്മാരെയോ സഹോദരങ്ങളെയോ നമ്മുടെ ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ വീടോ വിട്ടുകളയുകയാണെങ്കിൽ അതിലധികമായി അതിനെ നേടുവാൻ ദൈവം നമുക്ക് അവസരമൊരുക്കുന്നു എന്നതാണ്. ഒരു പക്ഷെങ്കിൽ കർത്താവിൻ്റെ ഈ വചനത്തെക്കുറിച്ച് നാം ഇത് കേൾക്കുമ്പോൾ ഇതെന്നതാ ഇങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊരു ചിന്തയുണ്ടാകാം. മാതാപിതാക്കന്മാരെ വിട്ടുകളയുക, മക്കളെ വിട്ടുകളയുക, ഭാര്യയോ ഭർത്താവിനെയോ വിട്ടുകളയുക, വീട് കുടുംബം വിട്ടുകളയുക. എന്നാൽ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെ ആയിരിക്കുമോ? നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യത്തിൽ 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം പറയുന്നു: യഹോവയായ ദൈവം പറയുന്നു, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനായിട്ട് നിന്റെ അമ്മയെയും അപ്പനെയും ബഹുമാനിക്കാം. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനായിട്ട്, നിന്റെ രാജ്യത്തിൽ നീ ദീർഘായുസ്സോടിരിപ്പാനായിട്ട് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയാണിത്. അങ്ങനെ പഠിപ്പിച്ച സാഹചര്യത്തിൽ നിന്റെ മാതാവിനെയോ പിതാവിനെയോ വിട്ടുകളയാൻ കർത്താവ് പറയുമോ? പ്രിയമുള്ളവരെ, സങ്കീർത്തനം 128-ന്റെ 3-ാം വാക്യത്തിൽ വളരെ മനോഹരമായ വാക്യമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുകൾ തൈകൾ പോലെ ഇരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. ഒലിവ് തൈകൾ പോലെ മനോഹരമായ മക്കൾ. അബ്രഹാമിന് ദൈവം കൊടുത്ത വലിയ വാഗ്ദത്തമാണ്. നിന്റെ മക്കളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഭൂമിയിലെ മണൽത്തരികളെ പോലെയും കടൽപ്പുറത്തെ മണൽത്തിരകളെ മണൽപ്പുലെ പോലെയും നിന്നെ ആക്കും എന്ന് കർത്താവ് യഹോവയായ ദൈവം അവൻ അരുളപ്പാട് കൊടുത്തു. അങ്ങനെ സന്താനങ്ങൾ ദൈവത്തിൻ്റെ ദാനങ്ങളായിരിക്കുമ്പോൾ പുത്രന്മാരെയോ പുത്രിമാരെയോ വിട്ടുകളയുവാൻ കർത്താവ് പഠിപ്പിക്കുമോ? ഒരിക്കലും പഠിപ്പിക്കുവാൻ സാധ്യമല്ല. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവ് അത് വീണ്ടും കോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്രകാരം പറയുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇത് കർത്താവ് ആവർത്തിക്കുന്നുണ്ട്: ആദമും ഹവ്വയും ഭാര്യയും ഭർത്താവും അവർ ഏക ശരീരമാണ്, അവർ ഇനി രണ്ടല്ല ഒന്നത്രേ. പരിശുദ്ധമായ വിവാഹ കൂദാശയിലൂടെ ഒന്നാകലിൻ്റെ ശുശ്രൂഷ നമുക്ക് നൽകിയ കർത്താവ്
നിന്റെ ഭാര്യയോ ഭർത്താവിനെയോ ഉപേക്ഷിക്കരുതെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ട് അവരെ ഉപേക്ഷിക്കാൻ കർത്താവ് പറയുമോ? പ്രിയമുള്ളവരെ, നിന്റെ മാതാപിതാക്കന്മാരെയോ നിന്റെ മക്കളെയോ നിന്റെ കുടുംബത്തെയോ നിന്റെ ഭവനത്തെയോ തള്ളിക്കളയുക എന്നതിലുപരി അതിനപ്പുറമായ ഒരർത്ഥം ഈ വാക്യത്തിനുണ്ട്. ഇന്ന് ആ വാക്യത്തിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കപ്പുറം ദൈവാനുഭവമായ ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്നാണ് കർത്താവ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ലോകത്തിൻ്റെ മോഹത്തോടും ലോകത്തിൻ്റെ ഭോഗത്തോടും ഒരു വിരക്തി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. നാം എല്ലാവരും ഈ ലോകത്തിൻ്റെ ആസക്തികളിൽ അഭിരമിക്കുമ്പോൾ അതിൽ നിന്നും വേറിട്ട് ദൈവാഭിമുഖ്യത്തിൽ ജീവിക്കുവാൻ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കർത്താവ് നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ത്യാജ്യ ബുദ്ധി, പലതിനെയും ത്യജിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. പരിശുദ്ധമായ നോമ്പിൻ്റെ കാലഘട്ടം ഒരുപാട് ത്യാജ്യത്തിൻ്റെ കാലഘട്ടമാണ്. നമ്മൾ ഭക്ഷണത്തിൽ മാംസവും അതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ത്യജിക്കാറുണ്ട്. രാവിലെ പ്രഭാത ഭക്ഷണം ത്യജിക്കാറുണ്ട്. ഉച്ചഭക്ഷണം ത്യജിക്കാറുണ്ട്. ചിലർ ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ചിലർ ഏതാനും ദിവസം തന്നെ ഭക്ഷണം വെടിയുന്നവരുണ്ട്. ഒരു ത്യാജ്യത്തിൻ്റെ അനുഭവം, ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ അനുഭവം, ഒരു വെറുമയാക്കലിൻ്റെ അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ലോക മോഹങ്ങൾക്കപ്പുറമായി ദൈവ അനുരൂപത്തിലേക്ക് വളരുവാനുള്ള ഒരു പ്രയത്നമായി, ഒരു ചര്യയായി നമ്മുടെ ഭക്തജീവിതം മാറണമെന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഭൗമികമായ ചിന്തകളിൽ നിന്നും ഭൗമികമായ വ്യാപാരങ്ങളിൽ നിന്നും വേറിട്ട് ദൈവസന്നിധിയിലായിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഈ ലോകത്തെ അതിജീവിച്ചവനായ കർത്താവാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ചിന്ത 2500 വർഷം മുമ്പ് ഇവിടെ ജീവിച്ച ഭാരതത്തിലെ മഹാനായ ഒരു താത്വികാചാര്യനിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. കപിലവസ്തു എന്ന് പറയുന്ന ചെറിയ ഒരു ഗ്രാമത്തിലെ രാജാവായ ശുദ്ധോദനൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മായാദേവി, അദ്ദേഹത്തിൻ്റെ മകൻ സിദ്ധാർത്ഥൻ രാജകുമാരനായി കൊട്ടാരത്തിൽ ജീവിക്കുകയാണ്. ലോകത്തിൻ്റെ ഭൗതികമായ മോഹങ്ങളൊന്നും തന്നെ അറിയാതെ രാജകൊട്ടാരത്തിൻ്റെ സുഖലോലുപതയിൽ ശുദ്ധോദന മഹാരാജാവ് മകനെ വളർത്തിക്കൊണ്ടുവരുന്നു. 16-ാമത്തെ വയസ്സിൽ യശോധ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ഏകദേശം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വളരെ മിടുമിടുക്കനായ ഒരു മകൻ ജനിക്കുകയുണ്ടായി. 29-ാമത്തെ വയസ്സിൽ, ഈ ലോക ജീവിതത്തിലെ 29 വർഷത്തിന് ശേഷം തൻ്റെ നാട്ടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുവാൻ സിദ്ധാർത്ഥ രാജകുമാരൻ ആഗ്രഹിച്ചു. അദ്ദേഹം തൻ്റെ തേരാളിയായ കണ്ണനോടും മന്ത്രിയോടുമൊപ്പം തൻ്റെ രാജ്യത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചു പോകൊണ്ടിരിക്കുന്ന യാത്രയിൽ അദ്ദേഹം കാണുന്നു, വളരെ വളരെ പ്രാകൃതമായി ചുമച്ച് കുരച്ച് നടക്കുവാൻ പോലും കഴിയാതെ കൂനിക്കൂടി ഓരോ എല്ലുകളും എണ്ണിയെടുക്കാവുന്ന വിധത്തിൽ പേച്ച് ഏതോ ഒരു ജീവി പോകുന്നു. രാജകുമാരൻ തൻ്റെ മന്ത്രിയോട് ചോദിച്ചു, അല്ലയോ മന്ത്രി, ഞാൻ ഈ കാണുന്ന കാഴ്ച എന്താണ്? ഇത് ഏത് ജീവിയാണ് ഈ പോകുന്നത്? മന്ത്രി രാജകുമാരനോട് പറഞ്ഞു, അല്ലയോ രാജകുമാര, അങ്ങയുടെ ഹൃദയം വേദനിക്കരുത്, അങ്ങയുടെ മനസ്സ് നൊമ്പരപ്പെടരുത്. ഇത് വൃദ്ധനായ ഒരു മനുഷ്യനാണ്. വീണ്ടും അദ്ദേഹം മുമ്പോട്ട് പോകുമ്പോൾ മറ്റൊരു കാഴ്ചയാണ് കാണുന്നത്. ദേഹത്തെല്ലാം വ്രണം ബാധിച്ച് ശരീരം മുഴുവൻ മരണത്തോടടുത്ത് നിൽക്കുന്ന, വേദന കൊണ്ട് പിളയുന്ന ഒരു മനുഷ്യൻ നടന്നു പോകുന്നു.
രാജകുമാരൻ മന്ത്രിയോട് ചോദിച്ചു, അല്ലയോ മന്ത്രി, ഞാൻ ഈ കാണുന്ന കാഴ്ച എന്താണ്? മന്ത്രി രാജകുമാരനോട് പറയുന്നു, അല്ലയോ രാജകുമാര, ഇത് രോഗം ബാധിച്ച ഒരു മനുഷ്യനാണ്. രോഗം ബാധിച്ച ഒരു മനുഷ്യനാണ്. രാജകുമാരൻ തൻ്റെ ശരീരത്തിലേക്ക് നോക്കി. ആരോഗ്യ ദൃഢഗാത്രമായ ശരീരം, മുഖം നല്ല പ്രകാശിതമായ പ്രശോഭയുള്ള മുഖം. തൻ്റെ ഈ സൗന്ദര്യവും തൻ്റെ ഈ ദൃഢതയും തൻ്റെ ഈ ശാരീരിക സൗരഷ്ടവും എല്ലാം രോഗത്തിനും വാർദ്ധക്യത്തിനും വിധേയപ്പെടേണ്ടതാണോ? വീണ്ടും അദ്ദേഹം മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ച, കുറച്ചാളുകൾ മാറത്തടിച്ചുകൊണ്ട് ഒരു ശരീരമെടുത്തുകൊണ്ട് ഇങ്ങനെ വരികയാണ്. മന്ത്രിയോട് രാജകുമാരൻ ചോദിച്ചു, അല്ലയോ മന്ത്രി, നാം എന്താണ് ഈ കാഴ്ച കാണുന്നത്? എന്തിനാണ് ഇവർ ഈ മനുഷ്യനെ എടുത്തുകൊണ്ടുവരുന്നത്? എന്തിനാണവർ മാറത്ത് അടിച്ച് വിലപിക്കുന്നത്? മന്ത്രി രാജകുമാരനോട് പറഞ്ഞു, അല്ലയോ രാജകുമാര, അത് മരിച്ച ഒരു മനുഷ്യന്റെ ശരീരമാണ്. അതൊരു മൃതശരീരമാണ്. രാജകുമാരന് മനസ്സുവല്ലാതെ തപിച്ചു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് പോകാം, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. ഇങ്ങനെ വാർദ്ധക്യവും രോഗവും മരണവും ബാധിക്കുന്നതാണ് എൻ്റെ ഈ ശരീരമെങ്കിൽ, നമ്മുടെ ഈ ശരീരമെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൻ്റെ അർത്ഥം തേടിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഭവനത്തിൽ നിന്നില്ല. ഒരു രാത്രിയിൽ തൻ്റെ പ്രിയ പത്നിയുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട്, തൻ്റെ ഏക മകന്റെ കാൽപാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട്, കണ്ണുനീരോടുകൂടി തൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം കൊട്ടാരത്തിൽ നിന്നിറങ്ങി പുറത്തെ ലോകത്തേക്ക് പോവുകയാണ്. എത്രയോ ദിനരാത്രങ്ങൾ ഏകാന്തമായി തപസ് ചെയ്തതിന് ശേഷം അദ്ദേഹം ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുകയാണ്. ജീവിതത്തിൻ്റെയും ജീവിത അവസ്ഥയുടെയും അർത്ഥം കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹത്തെ അറിയപ്പെട്ടത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതുപോലെ ശ്രീ ബുദ്ധൻ എന്നാണ്. ബുദ്ധൻ എന്നാണ്, ബോധം ഉദിച്ചവൻ ബുദ്ധൻ. പ്രിയമുള്ളവരെ, ബുദ്ധമതത്തിൻ്റെ പ്രധാനമായ 5 പഠിപ്പിക്കലുകൾ ഈ നോമ്പ് കാലത്ത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചിന്തകളോട് ചേർത്ത് വെച്ച് ആലോചിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുന്ന 5 മാരകമായ വിഷം, 5 mortal poisons that may perish my spiritual life. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുന്ന 5 തരത്തിലുള്ള മാരക വിഷം എന്ന് പഠിപ്പിക്കുന്നു, അഥവാ മാരകമായ പാപങ്ങൾ. വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. The first mortal poison that will perish our spiritual life is nothing but the greed. എൻ്റെയും നിങ്ങളുടെയും അത്യാഗ്രഹം. രണ്ടാമത്തത് കോപം, the anger. മൂന്നാമത്തത് ഇഗ്നോറൻസ്, അജ്ഞത. നാലാമത്തത് അരഗൻസ് അഥവാ അസഹിഷ്ണുത. ഏറ്റവും അവസാനം 5ാമത്തത് സംശയമാണ്. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുന്ന 5 മാരകമായ വിഷങ്ങൾ. 1 അത്യാഗ്രഹം, 2 കോപം, 3 അജ്ഞത, 4 അസഹിഷ്ണുത, 5 സംശയം. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ കെടുത്തിക്കളയുന്ന മാരകമായ 1ാമത്തെ പാപമാണ് അത്യാഗ്രഹം. ആഗ്രഹങ്ങൾ നല്ലതാണ്, പക്ഷേ അത്യാഗ്രഹം ആപത്താണെന്ന് പഴമൊഴിയിൽ നമ്മൾ പറഞ്ഞു വരാറുണ്ട്. പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെയൊക്കെ അത്യാഗ്രഹം എന്ന് പറയുന്നത്? നമുക്കൊന്ന് പിന്നിലേക്ക് പോകാം. നമ്മുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് എൻ്റെയും നിങ്ങളുടെയും വലിയ ആഗ്രഹമായിരുന്നു ഒരു സൈക്കിൾ വേണമെന്നത്. അങ്ങനെ ആഗ്രഹിച്ച് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു സൈക്കിൾ കിട്ടി. സൈക്കിൾ കിട്ടിയപ്പോൾ നമ്മുടെ ആഗ്രഹം അവിടെ തീരുന്നില്ല. അതിങ്ങനെ ചവിട്ടി കുഴഞ്ഞപ്പോൾ നമ്മുടെ ആഗ്രഹം, ദൈവമേ, തന്നെത്താൻ പോകുന്ന ഒരു സ്കൂട്ടറായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, ഒരു ബൈക്കായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്കൊരു ബൈക്ക് കിട്ടി.
ബൈക്ക് കൊണ്ട് ഇങ്ങനെ ഓടിച്ചപ്പോഴാണ് എന്താ പ്രശ്നം? വെയില്, കാറ്റ്, മഴ, പൊടി, എല്ലാ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു, ദൈവമേ ഈ ബൈക്ക് മാറ്റിയിട്ട് ഒരു ചെറിയ കാറെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ, വലിയ വില കൂടിയതൊന്നും വേണ്ട, ഒരു സെക്കൻഡ് ഹാൻഡ് ആയാലും മതി. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് അല്ലെങ്കിൽ ഒരു പുതിയ ഏറ്റവും ചെറിയ ഒരു കാറ്, ചെറിയ വിലയ്ക്കുള്ള ഒരു കാറ് വാങ്ങി. അങ്ങനെ ഈ കാറുമായിട്ട് പള്ളിയിൽ ചെന്നപ്പോഴാണ് എന്താ, നമ്മുടെ അപ്പുറത്ത് തോമാച്ചേട്ടനും ഇപ്പുറത്തെ മറിയാമ്മച്ചേട്ടത്തിയുമൊക്കെ കൂടിയ കാറുകളാണ് കൊണ്ടുവന്നേക്കുന്നത് പള്ളിയിൽ. പലപ്പോഴും പള്ളിയിൽ കാറിൻ്റെ ഒരു പ്രദർശന സ്ഥലമായി തീരാറുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ കൂടിയ കാറ്. അതിനിടയ്ക്ക് അടുത്ത കാലത്ത് കല്യാണത്തിന് ചെന്നപ്പോൾ, ഒരു വിവാഹത്തിന് ചെന്നപ്പോൾ നമ്മുടെ മാത്രം കാർ അവിടെ കിടന്നപ്പോൾ തീരെ ചെറുതായിപ്പോയി. അന്ന് തന്നെ തീരുമാനിച്ചു പുതിയൊരു പോഷ് കാർ എടുക്കുക. അങ്ങനെ പോയി ഒരു കാർ എടുത്തു, വലിയൊരു പോഷ് കാറാ. എവിടെ തുടങ്ങിയതാ? സൈക്കിളിൽ തുടങ്ങിയതാ. വന്ന് നിൽക്കുന്ന നിൽപ്പ് കണ്ടോ പ്രിയമുള്ളവരെ? ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, കാർ ഒന്നും ഞങ്ങൾക്കില്ലച്ചാ. 1 സെന്റ് ഭൂമിയില്ലാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവമേ റോഡരികിൽ വണ്ടി വരുന്നിടത്ത് ഒരു 5 സെന്റ് വസ്തു ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ച് 5 സെന്റ് വസ്തുവിന് പകരം 10 സെന്റ് വസ്തു ദൈവം റോഡ് സൈഡിൽ തന്നു. അപ്പോൾ ഒരാഗ്രഹം, ദൈവമേ ആ വീട്ടിൽ കയറിക്കിടക്കാൻ ചെറിയ ഒരു ഓടിട്ട വീടെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ. അങ്ങനെ നമ്മൾ പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ച് ഒരു ഓടിട്ട വീട് വെച്ചു. അങ്ങനെ ഓടിട്ട വീട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർ എന്ത് ചെയ്തിരിക്കുന്നു? വാർത്ത വീട് വെച്ചു. അപ്പൊ നമുക്കൊരാഗ്രഹം, നമുക്കും വേണം ഒരു വാർത്ത വീട്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മളും ഒരു വാർത്ത വീട് വെച്ചു. അപ്പൊ വാർത്ത വീട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവർ വീടിന്റെ മേളിൽ മറ്റൊരു വീടൂടെ പണിതു. അപ്പൊ നമ്മുടെ വീണ്ടും ആഗ്രഹം, ദൈവമേ എനിക്കും ഒരു 2 നില അല്ലെങ്കിൽ 3 നില ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രാർത്ഥിച്ചു, അങ്ങനെ ലഭിച്ചു. എവിടെ തുടങ്ങിയതാ? 1 സെന്റിൽ തുടങ്ങിയതാണ്. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ആഗ്രഹം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. പൂന്താനം എന്ന് പറയുന്ന മലയാളത്തിന്റെ ഒരു ഭക്ത കവിയുണ്ട്. അദ്ദേഹം എന്താ പാടുന്നതെന്നറിയാമോ? വളരെ രസകരമായി മലയാളിയുടെ ഈ സ്വഭാവത്തെ വർണ്ണിച്ചിട്ടുണ്ട്. അദ്ദേഹം പാടുന്നു, ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനതിലൂരുണ്ണിയുണ്ടായി കണ്ടാവൂ എന്നും. എന്താ ആഗ്രഹം എന്നറിയാമോ? കല്യാണമൊക്കെ കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നല്ലൊരു കല്യാണാലോചന വന്നു, നല്ലൊരു കല്യാണം നടത്തി. കല്യാണം നടന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഒരു ആഗ്രഹമാണ് എന്താണ്? നമുക്ക് നല്ലൊരു കുഞ്ഞു വേണം. അപ്പോൾ നമ്മുടെ ആഗ്രഹം, ഉണ്ണിയുണ്ടായി കണ്ടാവൂ, ഒരു ഉണ്ണി ഉണ്ടായി കണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ഒരു ഉണ്ണി ഉണ്ടായി. അങ്ങനെ ഉണ്ണി ഉണ്ടായി. ഈ ഉണ്ണിയെ ഇങ്ങനെ വളർത്തി വലുതാക്കി കഴിഞ്ഞപ്പോൾ അടുത്ത ആഗ്രഹം എന്താ? ആഗ്രഹം അതിലൊരുണ്ണിയുണ്ടായി കണ്ടാവൂ എന്നും. എന്താ? അവനൊരു ഉണ്ണി ഉണ്ടായി കാണണം. നോക്കണേ, ഒരു ഉണ്ണി ഉണ്ടായി കാണണമെന്ന ആഗ്രഹം. വീണ്ടും അതിലൊരുണ്ണി, അവനൊരുണ്ണി ഉണ്ടായി കാണണം. വീണ്ടും നമ്മുടെ ആഗ്രഹം അവിടെ നിൽക്കുന്നില്ല. കൊച്ചുമകന്റെ കാലമാകുമ്പോഴും നമ്മൾ പാടും, അതിലൊരുണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും. അതിനൊരുണ്ണി ഉണ്ടായും കൂടെ കണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്ന ഒരു ചിന്ത എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. പൂന്താനം അവിടെ നിർത്തുന്നില്ല. അദ്ദേഹം പറയുന്നു, എന്താ? നമ്മുടെ ആഗ്രഹങ്ങൾ മണ്ടി കയറും നിദാശയും, എണ്ണി കുറയും നിദായുസും. മണ്ടി കയറും നിദാശയും, എണ്ണി കുറയും നിദായുസും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മരണത്തോട് ഒരു ദിവസം കൂടെ ഏറ്റവും അടുത്തിരിക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ ആയുസ് തീർന്നു പോവുകയാണ്. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആഗ്രഹം നല്ലതാണ്, അത്യാഗ്രഹം ആപത്താണ്. പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്?
എത്ര കിട്ടിയാലും മതിയാകുന്നില്ല എന്ന ബോധ്യമല്ല, പിന്നെയോ എനിക്കും നിങ്ങൾക്കും ഒരു തൃപ്തിയുടെ അനുഭവം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ സകല തെറ്റിലേക്കും വഴി നടത്തുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്, പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അത്യാഗ്രഹമെന്ന് ഓർത്തിരിക്കുക. ഞാൻ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് ഈ എത്ര കിട്ടിയാലും പോരാ എന്നതിൽ നിന്ന് മതി എന്ന ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. 1 തീമോത്തിയോസ് 6-ാം അധ്യായം 8-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ മനോഹരമായ വാക്യമാണ്. അവിടെ പറയുന്നു, if we have food and clothing we will be content with that. ഉണ്ണുവാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക. മതി എന്ന ഒരു ബോധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എനിക്ക് എന്തെല്ലാം നൽകി ഒന്നാലോചിച്ചു നോക്കുക. എൻ്റെ സഹോദരങ്ങളെ, ദൈവം നൽകിയ എത്രയോ നന്മകൾ ആർജിച്ചിട്ടും വീണ്ടും ദൈവത്തോടെ പരിദേവനം പറയുന്ന എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ ഉണ്ണുവാനും ഉടുക്കുവാനുമല്ല, അതിലെത്രയോ വലുതായിട്ട് ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ നൽകി. അതിനെയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വഹിച്ചിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ തീരാതെ വീണ്ടും വീണ്ടും ദൈവത്തോട് നമ്മൾ ആഗ്രഹങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നിലും തൃപ്തിപ്പെടാത്ത ഒരനുഭവം. പ്രിയമുള്ളവരെ, ആ സ്വഭാവം നമ്മുടെ ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുമെന്ന് മനസ്സിൽ ധരിക്കുക. സദൃശ്യവാക്യം 30-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ: ഒരിക്കലും തൃപ്തി വരാത്ത മൂന്നുണ്ട്. ഒരിക്കലും തൃപ്തി വരാത്ത 3 ഉണ്ട്. ഏതൊക്കെയാണ്? 1 പാതാളം, 2 വന്തിയുടെ ഗർഭപാത്രം, 3 വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമി. ആലോചിച്ചു നോക്കൂ. പാതാളത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാതാളത്തിലേക്ക് എത്ര പേർ മരിച്ചു പോയിട്ടും വീണ്ടും ഇവിടെ മരണം തുടരുകയാണ്, നിന്നു പോകുന്നില്ല. രണ്ടാമത് പറയുന്നു വന്തിയുടെ ഗർഭപാത്രം. പ്രിയമുള്ളവരെ, ഊഷരമായ ഭൂമിയിൽ എന്തു ചെയ്തിട്ടും ഫലം കാണാത്ത അനുഭവത്തില് അതിൻ്റെ ഒരു അവസ്ഥ. മൂന്നാമത് പറയുന്നു വെള്ളം കുടിച്ചു തീർക്കുന്ന ഭൂമി. എത്ര വെള്ളം വീണാലും ഈ ഭൂമി അതിനെ കുടിച്ചു തീർത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മതി എന്ന് പറയാത്തത്, തൃപ്തി വരാത്തത് 3 ഉണ്ട് എങ്കിൽ മതി എന്ന് പറയാത്തത് 4 ഉണ്ട്. ഈ 3 എണ്ണത്തോടെ ചേർത്ത് സദൃശ്യവാക്യത്തിൽ പറയുന്നു തീയുടെ പ്രത്യേകത, എന്ത് തീയിലേക്കിട്ടാലും അതിനെ ഉരുകി തീർക്കും, അത് ഉരുകി ഇല്ലാതെയായി തീരും. വെള്ളം മാത്രമല്ല, സകല വസ്തുക്കളെയും തന്നിൽ കിട്ടുന്നതിനെ മുഴുവനെയും അഗ്നി കഴിച്ച് അത് ഇല്ലാതെയാക്കി തീർക്കുന്ന, ഒരിക്കലും മതിവരാത്ത ഒരനുഭവം എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുന്ന ഒരു ചിന്തയാണ് നമ്മുടെ അത്യാഗ്രഹം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് അത്യാഗ്രഹം. പ്രിയമുള്ളവരെ, മതിയെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം, എ ഫീലിംഗ് ഓഫ് കണ്ടന്റ്. മതി. ദൈവമേ, എത്ര മനോഹരമായ അനുഗ്രഹങ്ങൾ അവിടുന്ന് നൽകിയെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചിന്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇസ്രായേൽ മക്കളെ ദൈവം ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. രാത്രിയിലും പകലും ദൈവം അവരെ കരുതി മുന്നോട്ട് നടത്തുകയാണ്. വന്യതയുടെ മരുഭൂമിയിൽ ദൈവം മാറോട് ചേർത്ത്, പ്രവാചകൻ പറയുന്നത് പോലെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ നിഴലിൽ പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ചു. അവർക്ക് കുടിക്കുവാൻ വെള്ളം കൊടുത്തു, അവർക്ക് കഴിക്കുവാൻ ഭക്ഷണം കൊടുത്തു. എന്നിട്ടും അവന്റെ ജൽപ്പനങ്ങൾ മാറുന്നില്ല. വീണ്ടും ദൈവത്തെ നോക്കി പ്രാകുവാനും, ദൈവം ഒന്നും തരുന്നില്ല എന്ന് വീണ്ടും വീണ്ടും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ജനത്തെ പോലെ ആധുനിക ഇസ്രയേലായ ഞാനും നിങ്ങളും എത്ര ദൈവിക നന്മകൾ ലഭിച്ചിട്ടും തൃപ്തി വരാതെ പോകുന്ന ഒരു അനുഭവമുണ്ടെങ്കിൽ ഓർക്കുക,
ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ട് എങ്കിൽ മതിയെന്ന് വെക്കുക എന്ന് പറയുന്ന സംതൃപ്തിയുടെ ഒരു ജീവിതം, മതിയെന്ന എ ഫീലിംഗ് ഓഫ് കണ്ടന്റ് എൻ്റെ ജീവിതത്തിൽ ദൈവമേ അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾക്കായി ഞാൻ അങ്ങേക്ക് എന്ത് ചെയ്യും? ആ ഒരു തൃപ്തിയുടെ അനുഭവം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മുടെ ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുന്ന രണ്ടാമത്തെ ചിന്തയാണ്, രണ്ടാമത്തെ മോർട്ടൽ പോയിസണാണ് കോപം, റാത്ത്, ആങ്കർ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഒരു ദിവസമെങ്കിലും ആരോടെങ്കിലും നമ്മൾ കോപിക്കാതെ ഇരിക്കുമോ? നമുക്കൊന്ന് കോപിച്ചില്ലെങ്കിൽ നമുക്കൊരു തൃപ്തി വരാത്ത അനുഭവം, നമുക്കൊന്ന് വിരോധിച്ചില്ലെങ്കിൽ നമുക്ക് തൃപ്തി വരാത്ത ഒരു അനുഭവമുണ്ടല്ലോ. സദൃശ്യവാക്യം 4-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു, കോപിക്കുന്നവൻ വിഡ്ഢി. വീണ്ടും 16:32 വായിക്കുന്നു, കോപിക്കാത്തവൻ ശക്തൻ. കോപിക്കുന്നവൻ വിഡ്ഢി, കോപിക്കാത്തവൻ ശക്തൻ. പ്രിയമുള്ളവരെ, ഓർക്കുക, നമുക്ക് കോപിക്കുവാനായിട്ട് പ്രത്യേക ശക്തിയൊന്നും വേണ്ട. പക്ഷേ നമുക്ക് കോപിക്കാതിരിക്കണമെങ്കിൽ വളരെ ശക്തി ആവശ്യമുണ്ട്. തട്ടിവിടുന്ന ഒരു പന്ത് ഏതെങ്കിലും പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിന് ഒരു ശക്തിയും ഉപയോഗിക്കണ്ട. എന്നാൽ വളരെ വേഗത്തിൽ വരുന്ന ഒരു പന്ത് നമ്മുടെ കയ്യിൽ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ അല്പം കൂടുതൽ ബലം നമ്മൾ ഉപയോഗിക്കണം. എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ എന്നോട് കോപിക്കുമ്പോൾ, എന്നെ അസഭ്യം പറയുമ്പോൾ, എനിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ക്ഷമയോടെ സഹിഷ്ണുതയോടെ കേട്ടു നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും അല്പം മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ബലം കൂടിയേ തീരൂ. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത്, ലോകത്തിലെ സർവ്വ ആയുധങ്ങളെക്കാളും വലിയ ആയുധമാണ് നിരായുധത്തിന്റെ സത്യാഗ്രഹമെന്ന് പഠിപ്പിച്ചതാ. ഞാനും നിങ്ങളും കോപിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ശക്തിയുടെ അനുഭവം വേണം. വിശുദ്ധ വേദപുസ്തകത്തിൽ കോപം എന്ന വാക്ക് ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, കായീന് കോപമുണ്ടായി. കായീന് കോപമുണ്ടായത് ആരോടാണ്? അവന്റെ സ്വന്തം സഹോദരനായ ഹാബേലിനോടാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് കോപമുള്ളത് ആരോടാണ്? നമുക്ക് വിരോധമുള്ളത് ആരോടാണ്? അമേരിക്കയിലുള്ള ചാൾസിനോട് നമുക്ക് വിരോധമുണ്ടോ? നമുക്ക് ആർക്കും വിരോധമില്ല. ബോംബെയിലുള്ള ഒരു ഗുപ്തയോടെ നമുക്ക് വിരോധമുണ്ടോ? നമുക്കാർക്കും അവരോടൊന്നും വിരോധമില്ല. എനിക്കും നിങ്ങൾക്കും വിരോധമുള്ളത് നമ്മുടെ അമ്മയുടെ ഉദരത്തിനുള്ളിൽ നമ്മളെ പോലെ 10 മാസം കിടന്ന് ഈ ലോകത്തിലേക്ക് പിറന്നു വീണ, ഒരു പായിൽ കിടന്നുറങ്ങി, ഒരു പ്ലേറ്റിലുണ്ട എന്റെയും നിങ്ങളുടെയും സഹോദരനോടല്ലേ നമുക്ക് വിരോധമുള്ളത്? നമ്മുടെ വീട്ടിൽ നിന്ന് ഒന്ന് നീട്ടിത്തുപ്പിയാൽ അടുത്ത പറമ്പിൽ വീഴുന്ന നമ്മുടെ അയൽവാസിയോടല്ലേ നമുക്ക് വിരോധമുള്ളത്? നീ ആരോട് വിരോധിക്കരുതോ അവരോടാണ് നിനക്ക് ഏറ്റവും വിരോധം. ആരോട് വിരോധിക്കരുതോ അവരോടാണ് നിനക്ക് കോപം. നീ ആരോട് അസഭ്യം പറയരുതോ അവരോടാണ് നിനക്ക് വിദ്വേഷം. സഹോദരങ്ങളെ, നമ്മുടെ ദേവാലയത്തിൽ ഒരു കാസയിൽ നിന്നും ഒരു പീലാസയിൽ നിന്നും ഭക്ഷിച്ച് പാനം ചെയ്തു പോകുമ്പോൾ വൈരുദ്ധ്യം അവിടെ സാധിക്കുമോ? വിശുദ്ധ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ശുഭുക്കോനോ ശുശ്രൂഷ നടത്തി, പരസ്പരം രമ്യമാകലിന്റെ ശുശ്രൂഷ നടത്തി. ഇനി ഉയർപ്പ് കഴിയുമ്പോഴും ശുഭുക്കോണയുടെ അനുഭവത്തിലൂടെയാണ് നാം പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആരോടും വിരോധമില്ലാതെ ഇരിക്കട്ടെ. എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ എൻ്റെ കടങ്ങളും ക്ഷമിക്കണമേ എന്ന് നമ്മൾ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തേങ്ങലുണ്ടാകണം. എനിക്കാരോടെങ്കിലും വിരോധമുണ്ടോ? ഞാൻ ആരോടെങ്കിലും പക വെച്ചിട്ടുണ്ടോ? ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ
മറ്റൊന്നുമല്ല, സ്നേഹരാഹിത്യമാണ്, സ്നേഹശൂന്യതയാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഭർത്താവിന് ഭാര്യയോട് ഛേ എന്ന് പറയുവാൻ സാധിക്കുമോ? രാവിലെ മുതൽ വൈകിട്ട് വരെ നമുക്ക് വേണ്ടി അധ്വാനിച്ച ഭാര്യ, പുറം ലോകത്ത് പോയി അധ്വാനിച്ചുകൊണ്ട് അന്നം തേടി ഭവനത്തിലേക്ക് അല്ലെങ്കിൽ അന്നത്തിന്റെ മാർഗം അന്വേഷിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ ഭർത്താവ്, ഒരു ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് വാർദ്ധക്യം ഏറ്റുവാങ്ങേണ്ടി വന്ന മാതാപിതാക്കന്മാർ, അവരോടല്ലേ എനിക്കും നിനക്കും കോപം? എന്തു വൈരുദ്ധ്യതയാണ്! ക്ഷമിക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വേദനയുണ്ടായിരിക്കാം, പക്ഷേ വിദ്വേഷം പാടില്ല. നിന്റെ ശത്രുവിനോട് നിനക്ക് ക്ഷമിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ദൈവം എന്നോടെങ്ങനെ ക്ഷമിക്കും? അതുകൊണ്ട് കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കോപം നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും ഉണ്ടാകുവാൻ സാധിക്കരുത്. വിദ്വേഷത്തിന്റെ ആത്മാവിനെ നമുക്ക് മാറ്റിക്കളയാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: കോപിച്ചാലും പാപം ചെയ്യാതിരിക്കുവിൻ. സങ്കീർത്തനത്തിന്റെ കോട്ടി ചെയ്തിട്ട് പൗലോസ് എഴുതുന്നു, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. എന്താണ് നമ്മൾ കോപിക്കരുത് എന്ന് പറയുന്നതിന്റെ ഒരു സാങ്കത്യം? അതിന്റെ സാങ്കത്യം എന്താണെന്ന് യാക്കോബ് ശ്ലീഹ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം: മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. എന്താ പറഞ്ഞത്? മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്നെ ഒരാൾ അടിച്ചു, ഞാൻ തിരിച്ച് ഒരടി കൊടുത്തു. സംഭവം അവിടെ കഴിഞ്ഞു. ദൈവത്തിനൊന്നും പ്രവർത്തിക്കേണ്ടതായിട്ടില്ല. കാരണം അങ്ങോട്ടും അടിച്ചു, ഇങ്ങോട്ടും അടിച്ചു. അടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്താണ് നമ്മൾ പലപ്പോഴും നമ്മളെ വിദ്വേഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കോപിക്കുന്നത് ആരോടാണ്? പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാത്തവനോടാണ്. നമ്മളെ അടിക്കുന്നവനെ നമ്മൾ അടിക്കുകയില്ല. നമ്മളോട് പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവനെ നമ്മൾ ചീത്ത വിളിക്കില്ല. കാരണം എന്താണ്? നമുക്കുള്ളിൽ ഒരു ഭയമുണ്ട്. പ്രിയമുള്ളവരെ, ഓർക്കുക, നിന്നേക്കാൾ ബലഹീനനോട്, നിന്റെ അത്രയും ശക്തിയില്ലാത്തവനോട് നീ എതിരിടുമ്പോൾ you should be more cautious because God will interfere. ദൈവം ഇടപെടും. അതുകൊണ്ടാണ് പറയുന്നത്, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന ഒരു പഴമൊഴിയുണ്ട്. എന്നോടും നിങ്ങളോടും എതിരിടാൻ സാധിക്കാത്തവരോട് നമ്മൾ എതിരിട്ടാൽ God will interfere. ദൈവം ഇടപെടും. ദൈവം അവിടെ നീതി പ്രവർത്തിക്കും. ദൈവത്തിന്റെ നീതി പ്രവർത്തിക്കുവാൻ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നിന്നെ ഉപദ്രവിക്കുന്നവനെ നീ ഉപദ്രവിക്കരുത്. നിന്നെ പഴി പറയുന്നവനെ നീ പഴി പറയരുത്. കാരണം നമ്മളങ്ങനെ പറഞ്ഞു പോയാൽ ദൈവത്തിന് പിന്നെ ഇടപെടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കുക, അവനോട് ക്ഷമിക്കുവാൻ പ്രാർത്ഥിക്കുക. ദൈവം നീതിയെ പ്രവർത്തിക്കും. ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വരുവാൻ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ കോപത്തിന്റെ അംശം അവിടെയില്ല, വിദ്വേഷത്തിന്റെ ആത്മാവ് അവിടെയില്ല. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തെ തകർക്കുന്ന രണ്ടാമത്തെ പാപം, മോർട്ടൽ പോയിസൺ, ദ ആങ്കർ, കോപം. കോപിക്കരുത്, വിദ്വേഷിക്കരുത്, എല്ലാവരോടും ക്ഷമിക്കുക. മൂന്നാമത്തെ നമ്മുടെ ആത്മീയ ജീവിതത്തെ കെടുത്തുന്ന പാപമാണ് ഇഗ്നോറൻസ്, അറിവില്ലാത്മ, അജ്ഞത. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ധരിക്കുന്നുണ്ട് നമുക്കൊരുപാട് അറിവുണ്ടെന്ന്. പഠനം കൂടിയാലും അറിവുണ്ടാകണമെന്നില്ല. അറിവും തിരിച്ചറിവും നമുക്കറിയാം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രധാനമായും 2 അറിവുകൾ വേണം. ഒട്ടേറെ അറിവുകൾ നമുക്കുണ്ട്. അതിനോട് ചേർത്ത് വെച്ച് ഈ പകൽക്കാലം 2 ചിന്ത കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്കോരോരുത്തർക്കും അറിവ് വേണം, ബോധ്യം വേണം. എന്താണെന്നറിയാമോ? റോമാലേഖനം 10-ാം അധ്യായം 3-ാം വാക്യം വായിക്കുന്നു, ദൈവനീതിയെക്കുറിച്ച് അവർക്ക് അറിവില്ല. ദൈവനീതിയെക്കുറിച്ച് അവർക്ക് അറിവില്ല.
ദൈവം നീതി പ്രവർത്തിക്കുമെന്നതിനെക്കുറിച്ച് അറിവില്ല. ഓർക്കുക, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ 2 അറിവ് പ്രധാനമായും വേണം. ഒന്നാമത്തെ അറിവെന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മരണത്തെക്കുറിച്ചൊരു ബോധ്യം വേണം. നമ്മൾ ഏത് നിമിഷം മരിക്കുമെന്ന് നമുക്കാർക്കും ഉറപ്പില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, എപ്പോഴും നിന്റെ നാളുകളെ നീ എണ്ണിക്കൊള്ളണം. മലയാളത്തിലെ മനോഹരമായ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു കവിതയാണ്. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണനാഥൻ. രാശിപ്രമാണങ്ങൾ മാറിയിട്ടോ, നീചരാശിയിൽ വീണുപോയിട്ടോ. ആരെക്കുറിച്ചാണ് പാടുന്നത്? നാറാണത്ത് ഭ്രാന്തൻ ഇല്ലേ? പറയിപെറ്റ പന്തിരുകുലത്തിലെ 12 പേരുടെ കഥ പാടുന്ന അതിലേറ്റവും ഭ്രാന്തനായ ഒരു മനുഷ്യനാണ് നാറാണത്ത് ഭ്രാന്തൻ. പറയിപെറ്റ 12 മക്കളിൽ ഒരാള് ക്രിസ്ത്യാനിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആരാണെന്നറിയാമോ? ഉപ്പുകൊറ്റനും രജകനും കാരയ്ക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും. ഉപ്പുകൊറ്റൻ എന്ന് പറയുന്ന ഒരു വ്യക്തി 12 മക്കളിൽ ഒരാളാണ്. അയാൾ ക്രിസ്ത്യാനിയായിരുന്നു എന്നാ പറയുന്നത്. പോകട്ടെ, എന്താണ് നാറാണത്ത് ഭ്രാന്തൻ ചെയ്തത്? അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ക്ഷേത്രം ഇന്നും കണ്ണൂരുണ്ട്. അദ്ദേഹം ഒരു ഐതിഹ്യ പുരുഷനാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം രാവിലെ മുതൽ ഒരു വലിയ ഉരുളൻ കല്ല് ഉരുട്ടി 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 മുകളിലേക്ക് കയറ്റും. ആ മലയുടെ മുകളിൽ കൊണ്ട് ചെന്നതിന് ശേഷം ആ കല്ല് താഴേക്ക് ഉരുട്ടി വിടും. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതം ഇതാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബാല്യകാലം മുതൽ എന്തൊക്കെയോ ഉരുട്ടി 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 ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷമുണ്ട്, നമ്മളെല്ലാവരും നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു നിമിഷമുണ്ട്. അത് മരണത്തിന്റെ നിമിഷമാണ്. നാം നേടിയത് മുഴുവൻ, നാം ആർജിച്ചത് മുഴുവൻ ഈ ലോകത്ത് വിട്ടേച്ച് പോകുന്ന നിസ്സഹായതയുടെ ഒരവസ്ഥ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഈ പാഠമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അവിടെയാണ് എന്താ പറയുന്നു? വായില്ല കുന്നിലെ പാപത്തിനായി പങ്കിട്ടെടുക്കുന്നിതു ചിലർ, ചാത്തനൻ്റേതെന്നു കൂടുകൂട്ടാൻ ചിലർ ചാത്തിരംഗം നടത്തുന്നു. ചുങ്കം പറഞ്ഞും ചിതം പറഞ്ഞും ചിലരംഗത്തിനാളുകൂട്ടുന്നു. തമ്മിൽ കലഹിച്ച് ദൈവത്തിൻ്റെ പേരിലും മനുഷ്യന്റെ പേരിലും സമുദായത്തിന്റെ പേരിലും സംഘടനകളുടെ പേരിലും സംഘട്ടനം നടക്കുമ്പോൾ ദൈവം ഇരുന്ന് ചിരിക്കുന്നു. കാരണം ഇതിനൊക്കെ അപ്പുറമാണ് ദൈവീക ബോധമെന്ന് തിരിച്ചറിയുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഈ ഭൗതികമായി നേടുന്നതൊക്കെയും ഇവിടെ അസ്തമിച്ച് ഇല്ലാതെയായി തീരുന്നതാണെന്ന ബോധ്യം ഇല്ലാതെ പോകുന്നതിനെ കുറിച്ചുമുള്ള ചിന്തയാണ്. ഒരിക്കൽ ധർമ്മപുത്രർ ശ്രീകൃഷ്ണനോടൊരു ചോദ്യം ചോദിച്ചത്രേ. ശ്രീകൃഷ്ണന്റെ അടുത്ത് ചെന്നിട്ട് ധർമ്മപുത്രർ ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണ്? ലോകത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നു, അഹനി അഹനി ഭൂതാനി ഗച്ഛന്തി യമമന്ദിരം ശേഷാസ്ഥിരത്വമിച്ഛന്തി കിം ആശ്ചര്യം അധഃപര. ഓരോ ദിവസവും ജീവജാലങ്ങൾ മരണത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മരണത്തിലേക്ക് മനുഷ്യൻ, മൃഗങ്ങളും സകല ജീവജാലങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യൻ, ജീവിച്ചിരിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് കരുതി വലിച്ചു കൂട്ടുകയാണ്. അഹനി അഹനി ഭൂതാനി ഗച്ഛന്തി യമമന്ദിരം ശേഷമുള്ളവർ ഇച്ഛന്തി, എന്താണ്, സ്ഥിരത്വം ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വലിച്ചു കൂട്ടുന്നു. ഇതിനപ്പുറം അത്ഭുതമായിട്ട് എന്തുണ്ട്? അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും നാളുകളെ എണ്ണുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ കൂടെ വരുന്നത് എന്താണ്? നമ്മൾ ചെയ്ത നന്മകളുണ്ട്. ഈ ലോകത്ത് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുക.
അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നഗ്നനായിരുന്നു, നീ എനിക്ക് വസ്ത്രം തന്നില്ല. മറ്റവനോട് പറയുന്നു, നീ വസ്ത്രം തന്നു. എനിക്ക് ദാഹിച്ചിരുന്നു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. മറ്റവരോട് പറയുന്നു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല. മറ്റവരോട് പറയുന്നു, നിങ്ങൾ ഭക്ഷണം തന്നു. അങ്ങനെ പോവുകയാണ് പട്ടിക. എൻ്റെ സഹോദരങ്ങളെ, നാം ചെയ്യുന്ന മൂല്യങ്ങൾ, നന്മ പ്രവർത്തികൾ ജീവിതത്തിന് ശേഷവും നമ്മളെ പിന്തുടരുമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഈ ഭൗതിക ജീവിതം ദൈവസന്നിധിയിൽ സുഗന്ധധൂപമായി അർപ്പിക്കുവാൻ സാധിക്കണം. ഒന്നാമത്തെ ചിന്ത ഇതാണ്, മരണത്തെക്കുറിച്ചൊരു ബോധ്യം എനിക്കും നിങ്ങൾക്കും വേണം. മരണത്തെക്കുറിച്ചൊരു ബോധ്യം എനിക്കും നിങ്ങൾക്കും വേണം. ആ ചിന്തയില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് കഠിനമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത്, ദോഷകരമായ പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കുന്നത്, വളരെ തെറ്റായ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം വീണ്ടും പാടുന്നു. എന്താണ്? ബോധ്യം ഇരുണ്ടതിനാൽ, ഉൾക്കണ്ണ് ഇരുട്ടായതിനാൽ ദൈവത്തെ അവർ അറിഞ്ഞില്ല. അവരുടെ ബോധ്യം ഇരുണ്ടുപോയതിനാൽ, ഉൾക്കണ്ണ് ഇരുട്ടായതിനാൽ അവർ ദൈവത്തെ അറിഞ്ഞില്ല. ദൈവത്തെ അറിയാത്ത ഒരു സമൂഹം, ബോധപൂർവം ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരെ സമൂഹം. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ ഉൾക്കണ്ണുകൾ തെളിഞ്ഞിട്ടില്ല. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ മഹാനായ കവിയായിരുന്നല്ലോ കടമ്പനിട്ട. അദ്ദേഹം എന്താ പാടുന്നതെന്നറിയാമോ? അദ്ദേഹം പാടുന്നു, കണ്ണുവേണം ഇരുപുറമെപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണുവേണം ഇരുപുറമെപ്പോഴും, രണ്ട് വശങ്ങളിലേക്കും കണ്ണു വേണം. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സൂക്ഷ്മതയോടെ ജീവിക്കണം. വീണ്ടും കണ്ണുവേണം മുകളിലും താഴെയും, എപ്പോഴും മുകളിലേക്കൊരു കണ്ണ് വേണം, സ്വർഗത്തിലേക്കൊരു കണ്ണ് നമ്മുടെ പതിച്ചിരിക്കണം. ആകാശത്തെ നോക്കി ജീവിക്കുന്ന ഒരു നേത്രത്തിൻ്റെ ഉൾനേത്രം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഭൂമിയിലേക്കും ഒരു നോട്ടം നമുക്ക് വേണം. പിന്നെ എന്താണ്? കണ്ണു വേണം. എന്തൊരു കണ്ണാണ്? കത്തിജ്വലിക്കുമുൾ കണ്ണു വേണം, അണയാത്ത കണ്ണ്. ഉള്ളിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കണ്ണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ദൈവത്തെ അറിയുവാൻ അവരുടെ ഉൾക്കണ്ണുകളെ അവർക്ക് ഇല്ലാതെ പോയി. നമ്മുടെ വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ പാടുന്ന പാട്ട് വെളിച്ചത്തെക്കുറിച്ചുള്ള പാട്ടാണ്. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ, വെളിവ് നിറഞ്ഞ സകല പ്രകാശത്തിൻ്റെയും ഉടമയായ ദൈവത്തിൻ്റെ പ്രകാശം എന്നിലേക്ക് ഉദിക്കണം, വെളിച്ചം പകരണമേ, വെളിവ് നിറയ്ക്കണമേ എന്ന പാട്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്നാമത് പറഞ്ഞത് മരണത്തെക്കുറിച്ച് ഒരു ബോധ്യം, മരണത്തെക്കുറിച്ച് ജ്ഞാനം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. രണ്ടാമത് നമുക്കെപ്പോഴും ബോധ്യമുണ്ടായിരിക്കണം എന്ത്? മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. ഞാനും നിങ്ങളും ഈ ലോകത്ത് കാണിച്ചു കൂട്ടുന്ന സകല പാപങ്ങൾക്കും സകല തെറ്റുകൾക്കും ദൈവസന്നിധിയിൽ മറുപടി പറയേണ്ടി വരും എന്ന് മറന്നു പോകരുത്. ദൈവനീതിയെക്കുറിച്ച് ബോധ്യമില്ലാത്ത ജനത ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന അനേകം തിന്മകളെക്കുറിച്ച് നമുക്ക് പറയുവാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സഹോദരാ സഹോദരി, മരണമുണ്ടെന്നും മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ടെന്നും എപ്പോഴും ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു പോകണം. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ ബോധ്യം നമുക്കില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടു പോകും. ഒന്നാമത് സൂചിപ്പിച്ചത് ദൈവസന്നിധിയിൽ അത്യാഗ്രഹം നമ്മുടെ ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയും. രണ്ടാമത് സൂചിപ്പിച്ചത് ദൈവസന്നിധിയിൽ നമ്മൾ ആലോചിക്കുക, എൻ്റെയും നിങ്ങളുടെയും കോപം നമ്മുടെ ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയും. മൂന്നാമത് ചിന്തിച്ചത് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുന്ന ഒരംശമാണ്
മറന്നു പോകരുത്, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ അംശത്തെ കെടുത്തിക്കളയുന്ന ഒന്ന് അജ്ഞതയുടെ അനുഭവമാണ്. അജ്ഞത എന്ന് പറയുമ്പോൾ നിരവധി കാര്യങ്ങളുണ്ട് എങ്കിലും 2 കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഒരു മരണമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു ന്യായവിധിയുണ്ട് എന്ന് എപ്പോഴും ബോധ്യം വേണം. 4ാമത് സൂചിപ്പിക്കുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള സഹിഷ്ണുതയില്ലായ്മ, അസഹിഷ്ണുതയുടെ അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കുക. സഹിഷ്ണുതയുടെ സഹനത്തിന്റെ ഉത്തമ പ്രതീകമായി നാം കാണുന്നത് ഇയ്യോബിനെയാണ്. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 12-ാം വാക്യം വളരെ പ്രസിദ്ധമായ വാക്യമാണല്ലോ. അവൻ ജീവിതത്തിൽ അനുഭവിച്ച സകല സഹനങ്ങൾക്കും ഇരട്ടിയായി ദൈവം അവന് നൽകുകയാണ്. ജീവിതത്തിൽ അവൻ അനുഭവിച്ച സകല സഹനങ്ങൾക്കും ഇരട്ടിയായി ദൈവം അവന് നൽകുകയാണ്. സഹനത്തിന്റെ മുൾപാതയിലൂടെ അവൻ സഞ്ചരിക്കുമ്പോഴും ദൈവത്തെ അവൻ മറന്നു കളയുന്നില്ല. സകല പ്രലോഭനങ്ങളും അവർ വരുമ്പോഴും അവൻ ദൈവത്തെ മറന്നു കളയുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സഹനത്തിന്റെ പാഠങ്ങൾ പഠിക്കുവാൻ സാധിക്കണം. ഒരു വ്യക്തി ഒരിക്കൽ കുടുംബ പ്രശ്നവുമായി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു പിതാവ് പറയുകയായിരുന്നു, അച്ഛാ, എൻ്റെ മകളെ ഞാൻ കെട്ടിച്ചയച്ചു. അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് കിട്ടുന്നത് വലിയ ദുരന്തമാണ്. ഞാൻ ചോദിച്ചു, എന്തൊക്കെയാ പ്രശ്നം? പ്രശ്നം കേട്ടാൽ നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെങ്കിൽ അതിശയിക്കും. അച്ഛാ, 1ാമത്തെ പ്രശ്നം അവരുടെ വീട്ടിൽ വിറക് വെച്ചുള്ള അടുപ്പാണ്. എൻ്റെ മകൾക്ക് അടുപ്പിൽ ഊതിയും ഈ പുക കൊണ്ടും തീ കൊണ്ടുമൊന്നും പരിചയമില്ല. 2ാമത്തെ പ്രശ്നം ഇതായിരുന്നു, അവരുടെ വീട്ടിനകത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിലും പുറത്തെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അനുവദിക്കൂ, അകത്തെ ടോയ്ലറ്റ് അനുവദിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ അവർക്ക് അത് ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല. 3ാമത്തെ കാര്യം പറയുന്നു, 1ാമത്തത് അടുപ്പിന്റെ പ്രശ്നമാണെങ്കിൽ, 2ാമത്തത് പുറത്തെ ടോയ്ലറ്റിന്റെ പ്രശ്നമെങ്കിൽ, 3ാമത് പറയുന്നു അവരുടെ വീട്ടിൽ പാല് കറന്നെടുക്കുകയാണ്, പശുവുണ്ട്, പശുവിൻ്റെ ചാണകം ഉണ്ട്, അതിന് പുല്ലരിഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അച്ഛാ? എന്താണ് പറ്റിയത്? ചെറുക്കൻ താമസിക്കുന്നത് 5 ഏക്കറിന്റെ നടുക്ക് ഒരു വലിയ വീട്ടിലാണ്. പെണ്ണ് താമസിച്ചത് ഒരു വിദേശത്ത് ഒരു ഫ്ലാറ്റിലാണ്. ജനിച്ചു വളർന്നത് വലിയ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ. പയ്യൻ ജനിച്ചത് 5 ഏക്കറിന്റെ നടുക്കിൽ ഒരു പറമ്പിൽ. ഇവർക്ക് 2 പേർക്കും പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല, പരസ്പരം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ കുടുംബ കലഹങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, ദാമ്പത്യ ജീവിതങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ, വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം മറ്റൊന്നുമല്ല, സഹനത്തിൻ്റെ അനുഭവമില്ല. കുടുംബജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളുണ്ട്. ഈ സഹനങ്ങൾ നമ്മൾ പുതിയ തലമുറയെ പഠിപ്പിച്ചു വിടണം. പെസഹ പെരുന്നാളിന് ഒരു ചടങ്ങുണ്ട്. പരിശുദ്ധമായ പെസഹ പെരുന്നാളിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. പെസഹായിക്ക് അപ്പം ചുട്ടുകൊണ്ട് പെസഹയുടെ അന്ന് രാത്രിയിൽ എല്ലാ യഹൂദനും കുടുംബത്തിലെ കാരണവരുടെ മുമ്പിൽ ഒത്തുകൂടും, ഒരു മേശയിടും. മേശയ്ക്ക് ചുറ്റും എല്ലാവരും വന്നിരിക്കും. എല്ലാവരും വന്നിരിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പറയുന്നു, അതിൽ ഏറ്റവും ഇളയ ചെറുക്കൻ ഒരു ചോദ്യം ചോദിക്കും. എന്താണ് ചോദിക്കുന്നതെന്നറിയാമോ? ഏറ്റവും ഇളയ ചെറുക്കൻ അവിടെ ചോദിക്കും, അപ്പാ, എന്തിനാണ് നമ്മൾ ഈ പുളിക്കാത്ത അപ്പം ചുട്ട് തിന്നുന്നത്? 2ാമതൊരു ചോദ്യം ചോദിക്കും, അപ്പാ, എന്തിനാണ് ഈ കയ്പുള്ള ചീര നമ്മൾ കഴിക്കുന്നത്? ഇന്ന് ഇസ്രയേൽ എന്ന് പറയുന്നത്, യഹൂദരെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളിലൊന്നാണ്. അമേരിക്കയിലെ മിക്ക ബാങ്കുകളുടെയും നടത്തിപ്പുകാർ യഹൂദന്മാരാണെന്ന് പറയപ്പെടുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും അവർ അത് ആചരിക്കുമ്പോൾ, ഇത്രയൊക്കെ പണമുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും കൊച്ചു ചെറുക്കൻ ചോദിക്കുകയാണ്, നമുക്ക് എന്തിനായി കയ്പുള്ള ചീര കഴിക്കുന്നത്? എന്തിനാണ് നമുക്ക് പുളിച്ച അപ്പം ചുട്ട് തിന്നാമെങ്കിലും എന്തിനാണ് ഈ പുളിപ്പില്ലാത്ത അപ്പം ചുടുന്നത്? വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ ഏറ്റവും മുതിർന്നയാൾ പറയും, മോനെ, നമുക്കൊരു കാലമുണ്ടായിരുന്നു. ഈജിപ്തിൽ അടിമയായി കഴിഞ്ഞ ഒരു കാലഘട്ടം. എത്രയോ നൂറ്റാണ്ടുകൾ ഫറവോയുടെ അടിമയായി നമ്മളവിടെ കഴിഞ്ഞപ്പോൾ ഇതുപോലുമില്ലാത്ത അവസ്ഥ. അവിടെ നിന്നൊരു ദിവസം
രാത്രിയിൽ ആരോരും അറിയാതെ ഒരു പ്രഖ്യാപനമുണ്ടാകുമ്പോൾ ഉടുത്ത മുണ്ടിന് പകരം മുണ്ടെടുക്കാതെ അവിടെ നിന്ന് രാത്രി തന്നെ അപ്പവും ലഭിച്ച കൈപ്പൻ ചീരയും ചേർത്ത് കഴിച്ചുകൊണ്ട് പുറപ്പാടിന്റെ തുടക്കം കുറിച്ച ഒരു അനുഭവമുണ്ട്. ഈ കഷ്ടതയുടെ സഹനത്തിന്റെ അനുഭവം മുതിർന്ന വ്യക്തി മറ്റു മക്കൾക്ക്, കുടുംബത്തിലെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മനോഹരമായ ഒരു പാരമ്പര്യമുണ്ട് പെസഹായ്ക്ക്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ മക്കളെ ഒന്നും അറിയാതെ വളർത്തരുത്. സഹനത്തിന്റെ പാഠം അവർ ഉൾക്കൊള്ളട്ടെ, സഹനത്തിന്റെ ചിന്ത അവരുടെ ഹൃദയങ്ങളിൽ വരട്ടെ. കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സഹനത്തിന്റെ പുത്തൻ തലങ്ങൾ അവർക്ക് പഠിക്കുവാനായി സാധിക്കട്ടെ. അങ്ങനെ സഹനത്തിന്റെ അനുഭവത്തിലൂടെ ശക്തിപ്പെടുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ നോമ്പിന്റെ മധ്യാഹ്നം കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ കുരിശ് നാട്ടി. കുരിശെന്താണ്? സഹനത്തിന്റെ പ്രതീകമാണ്. ക്രോസിംഗ് ദ ഐ ഈസ് ദ ക്രോസ് എന്ന് പറയാറുള്ളത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. ഞാനെന്ന് പറയുന്നതിനെ ത്യജിക്കുന്നതാണ് കുരിശിന്റെ അനുഭവം. കർത്താവ് പഠിപ്പിക്കുകയാണ്. പരിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യത്തില്, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാം വാക്യത്തില് ഇതൊക്കെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കുരിശിന്റെ അനുഭവം. എൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവന് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം എന്നോടൊപ്പം സാധിക്കുകയില്ല. അതുകൊണ്ട് കഷ്ടതയുടെ അനുഭവം, സഹനത്തിൻ്റെ അനുഭവം, നോമ്പിൻ്റെ അനുഭവമാണ്, ദൈവരാജ്യ അനുഭവത്തിൻ്റെ അനുഭവമാണ്. ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുവാൻ സഹനത്തിൻ്റെ ചിന്തകൾ നമുക്ക് ആവശ്യമാണ്. ഏറ്റവും അവസാനമായി നമ്മുടെ ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുന്ന അഞ്ചാമത്തെ അനുഭവമാണ്, അഞ്ചാമത്തെ ചിന്തയാണ് സംശയം. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും എത്രയൊക്കെ സംശയങ്ങളാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൗമികമായ സംശയങ്ങളെ കുറിച്ചല്ല, ദൈവ നടത്തിപ്പിനെ കുറിച്ചുള്ള സംശയമാണ്. ഇന്ന് നമ്മളൊക്കെ ഓരോരുത്തരും എത്ര ദൂരം സഞ്ചരിച്ചാണ് വന്നത്. ഒരാപത്തും തട്ടാതെ, ഒരു പ്രയാസവും വരാതെ ദൈവം നമ്മളെ വഴി നടത്തി. ഒന്നാലോചിച്ചു നോക്കൂ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രയെത്ര രോഗങ്ങൾക്ക് വശപ്പെടാവുന്ന എന്നെയും നിങ്ങളെയും ദൈവം ഇത്രത്തോളം ആരോഗ്യത്തോടെ വഴി നടത്തി. സാധാരണ നമ്മൾ ചോദിക്കാറൊരു ചോദ്യമുണ്ട്. എന്താണ്? ഒരാൾക്ക് ഒരു രോഗവുമില്ല, ഒരാൾക്ക് ഒരസുഖവുമില്ല, വേറെ ഒരാൾക്ക് ക്യാൻസർ വന്നു, വലിയ പ്രാർത്ഥന നടത്തി ക്യാൻസർ സുഖമായി, ഒരാൾക്ക് ഒരസുഖവും വന്നില്ല. പ്രിയമുള്ളവരെ, ചോദ്യം ഇതാണ്, ഇതിലേതാണ് വലിയ അത്ഭുതം? പലപ്പോഴും നമ്മൾ ചിന്തിക്കും രോഗം സൗഖ്യമായതാണ് വലിയ അത്ഭുതമെന്ന. അല്ല സഹോദരങ്ങളെ, രോഗം സൗഖ്യമായത് അത്ഭുതമല്ല എന്നല്ല. പിന്നെയോ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്യാൻസർ വരുന്നില്ല, കിഡ്നി പ്രയാസപ്പെടുന്നില്ല, ഹാർട്ട് പ്രയാസപ്പെടുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ രോഗമില്ലാതെ ദൈവം നിലനിർത്തിയിരിക്കുന്നതാണ് രോഗം സൗഖ്യമാക്കുന്നതിനേക്കാൾ വലിയ അനുഭവമെന്ന് ബോധ്യമുണ്ടാകണം. ആ ബോധ്യം ദൈവത്തിൻ്റെ നടത്തിപ്പിനെ ശക്തീകരിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ അനുഭവമുണ്ടെങ്കിൽ, രോഗത്തിൻ്റെ അനുഭവമുണ്ടെങ്കിൽ, പ്രയാസത്തിൻ്റെ അനുഭവമുണ്ടെങ്കിൽ, മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന അനുഭവമുണ്ടെങ്കിൽ, എൻ്റെ സഹോദര സഹോദരി, ദൈവം നിന്റെ ഹൃദയത്തോടെ ചേർത്ത് നിർത്തും. ഇന്നലെ വരെ വഴി നടത്തിയ ദൈവം തുടർന്നും നമ്മെ വഴി നടത്തും. നമ്മുടെ ആത്മീയ ജീവിതത്തെ കെടുത്തുന്ന 5 മോർട്ടൽ പോയിസൺസിനെ കുറിച്ച്, 5 മാരകമായ പാപത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയായിരുന്നല്ലോ. നമ്മുടെ ചിന്താവാക്യം ഇതായിരുന്നു: സ്വർഗരാജ്യ നിമിത്തം ഈ ഭൂമിയിലുള്ള ഏതിനെ ഉപേക്ഷിക്കുന്നവൻ കൂടുതലായി അതിനെ നേടുന്നു. അന്തോൻ ചെക്കോവിൻ്റെ മനോഹരമായൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതാണ്. ദ ബെറ്റ് എന്ന് പറയുന്ന ഒരു കഥ, ദ ബെറ്റ് പന്തയം. അതിൽ രാജ്യത്തെ രാജാവ് വലിയൊരു പ്രഖ്യാപനം നടത്തുന്നു. ഒരു മുറിയിൽ ദിവസങ്ങളോളം വർഷങ്ങളോളം താമസിക്കുകയാണെങ്കിൽ 1000 സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കും. ആ പന്തയം ഏറ്റെടുത്തുകൊണ്ട് അനേകർ വന്നു എങ്കിലും അവരൊക്കെ മധ്യത്തിൽ വെച്ച് പരാജയപ്പെട്ടു പോകുന്നു. ഏറ്റവും ഒടുവിൽ ഒരു യുവാവ് വരികയും പന്തയം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അവന് കഴിക്കുവാനുള്ള ഭക്ഷണവും
അവൻ ആവശ്യമുള്ള പുസ്തകങ്ങളും അവിടെ നൽകുന്നു. ഏറ്റവും അവസാനത്തെ 1000-ാം ദിവസം, 1001-ാമത്തെ ദിവസം രാജാവ് വരുന്നു ഈ വാതിൽ തുറക്കാനായിട്ട്. ആ രാജ്യത്തിലെ ജനങ്ങളെല്ലാം ഒന്നിച്ചുകൂടി, മന്ത്രിമാരും രാജസേവകരും ഒന്നിച്ചുകൂടി. രാജാവ് വാതിൽ തുറക്കുകയാണ്. കൃശഗാത്രനായി, നീണ്ട താടിയും വളർന്ന മുടിയുമായി ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങുന്നു. അവരുടെ അകമ്പടി ശബ്ദം കേൾക്കാതെ, ഖദിനാബെടികളുടെ ശബ്ദത്തിന് ചെവി കൊടുക്കാതെ, അവരുടെ ആർത്തട്ടഹാസങ്ങൾക്ക് ചെവി കൊടുക്കാതെ, അവരുടെ കയ്യിൽ നിന്ന് ഒരു പൂമാല പോലും വാങ്ങാതെ, ഒരു ബൊക്ക പോലും വാങ്ങാതെ, താലന്തിൽ വെച്ചിരിക്കുന്ന 1000 സ്വർണ്ണ നാണയങ്ങൾ അവൻ എടുക്കാതെ, അവൻ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നടന്ന് മലയുടെ അപ്പുറത്തേക്ക് അപ്രത്യക്ഷമാകുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ നോമ്പിന്റെ അനുഭവം അതാണ്. ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറമാണ് ആത്മീയമായ ദൈവാനുഭവം എന്ന് തിരിച്ചറിയുന്ന യാത്രയാണ് വിശുദ്ധ നോമ്പ്. ആ നോമ്പിൽ ഈ ലോകത്തില് മാതാപിതാക്കളും സഹോദരങ്ങളും സകലത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവാനുഭവമെന്ന് ചിന്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് അതാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവ ചിന്തയ്ക്ക് അനുരൂപമായി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ദൈവം നമുക്ക് ധാരാളമായി കൃപ നൽകട്ടെ. ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛനോടും റമ്പാച്ചനോടും എന്നെ കേട്ട എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.